വേദാന്ത്, എന്താ പ്രശ്നം? എന്തിനാ ഇങ്ങോട്ട് വന്നത്? വേദാന്ത്, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? നോക്ക്, ഇതുപോലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വേദാന്ത്, ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാവർക്കും ഒരു ഫോബിയ ഉണ്ടാവും, അത്രേ ഉള്ളൂ. നിങ്ങൾക്കുള്ള ഫോബിയ ഒരു പ്രശ്നമേ അല്ലെന്നാ ഞാൻ പറഞ്ഞത്. പ്ലീസ്, ഞാൻ പറയുന്നു. വേദാന്ത്, അല്ല, എന്തിനാ ഈ വേണ്ടാത്ത റിസ്ക് ഒക്കെ എടുക്കുന്നേ? കുറച്ചുകൂടെ കഴിഞ്ഞാ എന്ത് സംഭവിക്കുന്ന വേദാന്തന് അറിയില്ലേ? ആർക്കും വേണ്ടി ഇങ്ങനൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞാനിത് വേറെ ആർക്കും വേണ്ടിയല്ല ചെയ്യുന്നത്. ഇതൊക്കെ എനിക്ക് വേണ്ടി തന്നെയാ. എന്റെ സ്വാർത്ഥത മാറ്റാനാ ഇതൊക്കെ ചെയ്യുന്നത്. സ്വാർത്ഥതയോ? നീ സന്തോഷമായിരിക്കണം എന്നുള്ള സ്വാർത്ഥത. നീ എപ്പോഴും സന്തോഷമായിരിക്കണം എന്റെ ആഗ്രഹം. എന്റെ പ്രശ്നങ്ങളൊന്നും നിന്നെ ബാധിക്കാൻ പാടില്ല അമൂല്യ. നിന്നെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് വേണ്ടി നിന്റെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നും മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ മാത്രമല്ല, ഫ്യൂച്ചറിലും നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഞാൻ തന്നെ സാധിച്ചു തരും. ഈ പടക്കം പൊട്ടിക്കുന്നത് എനിക്ക് വലിയൊരു ടാസ്ക് ആയിരുന്നു. ജീവിതത്തിൽ പടക്കം പൊട്ടിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഇതും വേണമെങ്കിൽ ഇപ്പൊ പൊട്ടിക്കും. നിന്റെ ആഗ്രഹങ്ങൾക്ക് ഒരു കോംപ്രമൈസും ഉണ്ടായിരിക്കില്ല. നീ സന്തോഷമായിരിക്കാൻ വേണ്ടി എന്റെ എല്ലാ ലിമിറ്റ്സും ഞാൻ ക്രോസ് ചെയ്യും. അതെ, നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഇംപ്രസ് ആയതൊന്നുമല്ല. നിങ്ങളുടെ എല്ലാ സ്വഭാവവും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങളെ ഫാമിലിക്ക്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് വില കൊടുക്കുന്ന ആളാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നിങ്ങൾ സ്നേഹിച്ചോണ്ടേയിരിക്കും. അവർക്ക് വേണ്ടി എന്ത് റിസ്ക് വേണമെങ്കിലും നിങ്ങൾ എടുക്കും. ഞാൻ നിങ്ങളെപ്പോലെ ഒരിക്കലും ആവില്ല. എന്നെ ആരെങ്കിലും അവോയ്ഡ് ചെയ്താ ഞാൻ അവരിൽ നിന്ന് അകന്നു നിൽക്കും. അവരാരായാലും ശരി, ഞാൻ അവരുടെ മുഖത്ത് പോലും നോക്കില്ല. വേദാന്തേട്ടൻ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് പോലും നിങ്ങൾക്ക് വേദാന്തേട്ടനോട് ഒരു ചെറിയ വെറുപ്പ് പോലും മനസ്സിൽ തോന്നിയിട്ടില്ല. അത് മാത്രമല്ല, ഏട്ടനെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ മനസ്സ് അത്രയും പ്യുവറായിട്ടിരിക്കണമെന്ന് എനിക്കറിയാം. ദേഷ്യമോ വെറുപ്പോ വിദ്വേഷമോ ഒന്നും നിങ്ങളുടെ മനസ്സിൽ എവിടെയും ഇല്ല. ചില സമയത്ത് എനിക്ക് അതിശയം തോന്നാറുണ്ട്, ഒരു വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നുവെന്ന്. നിങ്ങളെ കാണുന്നവരെ ആർക്കും ഇത്രയൊന്നും പ്യുവറായിരിക്കാൻ സാധിക്കില്ല. ഇതൊക്കെ സിനിമയിൽ മാത്രമേ ഉണ്ടാവുള്ളൂന്നാ ഞാൻ വിചാരിച്ചെ. പക്ഷേ നിങ്ങളെ കണ്ടതിന് ശേഷം മനസ്സിലായി എന്റെ വിചാരങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന്. നിങ്ങളുടെ ഈ സ്വഭാവമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയത്. നിങ്ങളോട് ഇങ്ങനൊരു ഫീലിങ്സ് ഉണ്ടായപ്പോ തന്നെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. പക്ഷെ ഈ ഫീലിങ്സ് ഒന്നും നോർമൽ അല്ല, കൂടുതൽ സ്ട്രോങ് ആയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഫീലിങ്സ് ഒന്നും ഒരു ദിവസം കൊണ്ടോ ഒരു മിനിറ്റ് കൊണ്ടോ ഉണ്ടായി വന്നതൊന്നുമല്ല. നിങ്ങൾ അടുത്തില്ലാത്തപ്പോ എന്റെ മനസ്സെപ്പോഴും നിങ്ങൾ എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ എനിക്ക് മനസ്സിലായി, എനിക്ക് നിങ്ങളോട് തോന്നുന്നത് സ്നേഹം തന്നെയാണെന്ന്. അത് കൺഫേം ആയപ്പോ തന്നെ മനസ്സിൽ ഇത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, നിങ്ങളോട് നേരിട്ട് തന്നെ പറയണമെന്ന് വിചാരിച്ചാ ഇപ്പൊ ഇത് പറയുന്നേ.
ഐ ലവ് യു ധ്രുവ. ഹലോ, ഞാൻ നിങ്ങളോട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ എന്താ തിരിച്ചൊന്നും പറയാതെ? കളിയാക്കുവാണോ? എന്താ ഇപ്പൊ എന്നോട് പറഞ്ഞേ? നീ എന്നെ പ്രേമിക്കുകയാണെന്നോ? സത്യമാണോ? അതും എന്നെ? ധ്രുവ, എന്തിനാ കളിയാക്കുന്നേ? ഇങ്ങനെ ചിരിക്കാൻ വേണ്ടി ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ. സത്യമായിട്ടും എനിക്ക് നിങ്ങളെ ഇഷ്ടമാ. എനിക്ക് നിങ്ങളോട് ശരിക്കും പ്രണയമാണ്. ആൻഡ് ഐ എം വെരി മച്ച് സീരിയസ് അബൌട്ട് ദിസ്. ആദ്യം ഈ കളിയാക്കൽ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ഒപ്പീനിയൻ പറ. ധ്രുവ, പ്ലീസ്, ആദ്യം ഈ ചിരിയൊന്നും നിർത്ത്. ദിസ് ഈസ് ടു മച്ച്. ഞാൻ എന്റെ മനസ്സിലുള്ളത് പറഞ്ഞപ്പോ നിങ്ങളത് കോമഡി ആക്കി അല്ലേ? ദിസ് ഈസ് നോട്ട് ഫെയർ ധ്രുവ. നിങ്ങൾ എന്റെ ഫീലിംഗ്സിനെ ഈ രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് ഇത് പറയില്ലായിരുന്നു. ഇവൾ എന്നെ പ്രണയിക്കാണ് പോലും. സോ ഫണ്ണി. ആദ്യ, വേദാന്ത് അവിടെ പോയി? റൂമിലില്ലാന്ന് പറഞ്ഞിട്ട് കണ്ടിരുന്നോ? ഇസി ഓക്കെ? നീ വേദാന്തിനോട് സംസാരിച്ചോ? ആദ്യം നീ എന്തിനാ ചിരിക്കുന്നേ? ആദ്യ, നിനക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് പൊട്ടനാ. എന്നാലും ആർ യു ഫൈൻ? Don't worry, Siddharth. I'm fine. Actually, more than fine. പിന്നെ ഒരു കാര്യം, നീ ഒരു പൊട്ടനല്ല. You are the sweetest person in the world. ആദ്യ, ശരിക്കും നീ ഓക്കെ ആണെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നെ കുറിച്ച് ഇത്രയൊക്കെ നല്ലത് പറയണമെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഐ എം ലിറ്ററലി കൺഫ്യൂസ്ഡ്. നിങ്ങൾ എന്റെ ലൈഫ് എന്നെ ചേഞ്ച് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിൽ കൂടുതലാ സംഭവിച്ചത്. എന്തിനാ എന്നെ ഇങ്ങനെ ടെൻഷനാക്കുന്ന ആദ്യ? എന്താ സംഭവിച്ചെന്ന് പറയും. നീ എന്നെ പ്രൊപ്പോസ് ചെയ്തപ്പോ ഞാൻ ഒന്നും തിരിച്ചു പറയാതെ ഓക്കെ പറഞ്ഞില്ലേ? അതാണ് ഞാൻ എന്റെ ലൈഫിൽ എടുത്ത അൾട്ടിമേറ്റ് ഡിസിഷൻ. നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ ഫാമിലിയുടെ ലൈഫും കൂടി ചേഞ്ച് ആയി. ഐ എം സോ താങ്ക്ഫുൾ ഫോർ യു. ഐ ലവ് യു. കാര്യമൊന്നും തെളിച്ചു പറയാതെ എന്നെ വെറുതെ വട്ടം ചുറ്റിക്കാനാണ് നിന്റെ പ്ലാൻ എന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. കാര്യം എന്താണെന്ന് എനിക്ക് കുറച്ചുപോലും മനസ്സിലായിട്ടില്ല. പക്ഷെ നീ ലവ് യു എന്ന് പറഞ്ഞതുകൊണ്ട് നീ സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. നീ സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. സോ റീസൺ അറിയില്ലെങ്കിലും ടെൻഷൻ ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാനും സിമ്പിളായിട്ട് ഒരു ലവ് യു പറയുന്നത് നല്ലത്. ലവ് യു ടു ആദ്യ. ബാ, ഒരെണ്ണം കത്തിച്ചാലോ? അവരൊക്കെ വരുന്നുണ്ട്. ചേട്ടാ, കയ്യിലെന്താ കമ്പിത്തിരിയോ? എന്താ ഞാൻ കാണുന്നേ? എനിക്കും അത്ഭുതം തന്നെ അളിയാ. ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ലല്ലോ. എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്ഡേറ്റ് ആവണ്ടേ? അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചോട്ടെ ചേട്ടാ. അതെ അഞ്ജു, എനിക്ക് ഈ പടക്കം പൊട്ടിക്കുന്ന കുറച്ച് പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല മോളെ. അതെന്താ ചേട്ടാ അങ്ങനെ?
എന്താന്ന് വെച്ചാൽ എന്റെ ഏട്ടന് എയർ പൊല്യൂഷനെ കുറിച്ച് ആലോചിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ടാ. കറക്റ്റാ. എന്ത് കറക്റ്റാണ്? ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇതൊക്കെ വർഷത്തിൽ ഒരു ദിവസം വരുന്നതല്ലേ. സൗണ്ട് പൊല്യൂഷനെ കുറിച്ചൊക്കെ മറന്നിട്ട് ഒരു പടക്കം പൊട്ടിച്ച ഒന്നും സംഭവിക്കില്ല. യെസ് അതിഥി, എനിക്കും അതാ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാ എന്റെ കൺസേൺസ് ഒക്കെ കുറച്ച് മാറ്റി വെച്ചിട്ട് നിങ്ങളെ കൂടെ ഞാനും എൻജോയ് ചെയ്യാന്ന് വെച്ചത്. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചെന്ന് എനിക്ക് നന്നായി മനസ്സിലായി ചേട്ടാ. സൂപ്പറാ ചേട്ടാ നിങ്ങള്. ശരി, എല്ലാരും ഒരുമിച്ച് നിന്ന് പൊട്ടിക്കുകയാണെങ്കിൽ ഫോട്ടോയിൽ കാണാൻ അടിപൊളിയായിരിക്കും. എല്ലാവരും പടക്കം പൊട്ടിക്കുകയാണെങ്കിൽ അപ്പൊ ആരോ ഫോട്ടോ എടുക്കുന്നേ? ടൈമർ വെച്ച് ഫോട്ടോ എടുക്കാന്ന് വെച്ചാ ട്രൈപോഡ് പോലും കൊണ്ടുവന്നിട്ടില്ല. അയ്യോ, അതിനെന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആളെയാ? നമ്മുടെ സുമേഷിന് ഇതൊക്കെ ഭയങ്കര പേടിയാ. അവൻ തന്നെ ഫോട്ടോ എടുത്ത് തന്നോളൂ. എനിക്ക് മനസ്സിലായി വിക്കി ബോസ്. വേറെ ആരും ഇവിടെ ഫോട്ടോ എടുക്കാൻ ഇല്ല എന്നുള്ളതുകൊണ്ടല്ലേ എന്നെ മാറ്റി നിർത്തുന്നത്. ഞാൻ റെഡിയാ. അളിയാ, ചേട്ടനൊന്നും ഇഷ്ടമല്ലാത്തോണ്ടേ ഞാൻ വർഷങ്ങളായി ഇതൊക്കെ തൊട്ടിട്ട്. ആണല്ലേ? എനിക്കും ടച്ച് പോയി കിടക്ക. നേരെ പിടിക്കളിയാ. ചേട്ടാ, ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ചേട്ടൻ ഓക്കെ ആണോ അല്ലോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചതാ, മറ്റൊന്നുമല്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നോട് ഈ ചോദ്യം ചോദിച്ചത്? ഞാൻ റെഡി ആയിട്ട് തന്നെയല്ലേ നിൽക്കുന്നത്. നിന്റെ കണ്ണിന് വല്ല പ്രശ്നമുണ്ടോ? നേരത്തെ സംഭവിച്ചെല്ലാം കണ്ടിട്ട് ഞാൻ കുറച്ച് പേടിച്ചു പോയി, അതാ ചോദിച്ചത്. എനിക്ക് പടക്കങ്ങൾ പേടിയാണെന്നറിയുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് നീ, ധ്രുവ. അത് നീ മനസ്സിൽ വെച്ചാ മതി. അത് വേറെ ആരും അറിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കറിയാം ചേട്ടാ, എന്താണോ പറയാൻ പാടില്ലാത്തത് അത് ഞാൻ പറയില്ല. ഓക്കെ അല്ലേ? നമ്മൾക്കിടയിൽ ഈ പ്രശ്നം സോൾവ് ആവുന്നവരെയും എനിക്ക് എന്റെ വഴി, നിനക്ക് നിന്റെ വഴി. അതല്ലാതെ വേറൊരു ഓപ്ഷനുമില്ല. നമ്മളുടെ ഇടയിൽ ഈ പ്രശ്നം കാരണം നമ്മൾ രണ്ട് വഴിയിലൂടെ നടന്ന് ഒരുപാട് ദൂരം പോയി. അതിനി എവിടെ എങ്ങനെ ശരിയാക്കണമെന്ന് എനിക്കറിയില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം നീ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പഴയതുപോലെ നമ്മൾ ഒന്നിച്ചു ചേരുന്ന കാര്യം എന്തായാലും നടക്കാൻ പോകുന്നില്ല.
അമൂല്യ, വാ ചേച്ചി. എന്റെ റൂമിലേക്ക് കയറി വരാൻ ചേച്ചിക്ക് വാതിലിൽ തട്ടേണ്ട ആവശ്യമുണ്ടോ? എത്ര വലിയ കള്ളിയാ നീ. ആ? നീ ഇനി എന്തൊക്കെ സർക്കസ് കാണിച്ചാലും നീ മറയ്ക്കാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ കണ്ടുപിടിച്ചു. പക്ഷെ അത് എനിക്കറിയാവുന്ന കാര്യം നിനക്കറിയില്ല. ദൈവം എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കുമല്ലോ. ഇത്രയും നാളെ എല്ലാവരും പറ്റിച്ചടന്നതല്ലേ. ഇനി തൊട്ട് നീ എന്റെ കളി കണ്ടോ. എന്താ ഏട്ടത്തി ഇത്? വന്നപ്പോ മുതൽ ഇങ്ങനെ നോക്കി നിൽക്കാണല്ലോ. എന്തിനാ എന്നിങ്ങനെ നോക്കി നിൽക്കുന്നേ? ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു അമ്മോ. എന്ത് കാര്യ ചേച്ചി? ഞാൻ എപ്പോഴും ഈ കാര്യത്തെ കുറിച്ച് ചോദിക്കണമെന്ന് വിചാരിക്കും, പക്ഷെ സമയം കിട്ടില്ല. നീയും എന്റെ ചേട്ടനും തമ്മിലുള്ള ലവ് സ്റ്റോറി സീറോയിൽ നിന്ന് പിന്നെ മുന്നോട്ട് പോയില്ല അല്ലേ? അവൻ എന്താന്ന് നിന്നോട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അതിന് കുറഞ്ഞ പക്ഷം നിനക്കെങ്കിലും അവനെ പ്രണയിക്കായിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞങ്ങൾ എല്ലാവരും വെറുതെ ചിന്തിച്ച് സമയം കളഞ്ഞു. പക്ഷെ ഇപ്പോഴും നീയാണെങ്കിൽ ചേട്ടനിൽ നിന്ന് മാറി നിൽക്കുക. അതോ പഴയതുപോലെ ഇൻട്രസ്റ്റ് ഒക്കെ പോയതാണോ? അവൻ ഈ പ്രണയിച്ച് നടക്കുന്നതും താല്പര്യമില്ലെന്ന് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ? അതൊക്കെ ശരിയാ, ഞാൻ തെറ്റു പറയുന്നില്ല. എന്തായാലും പെണ്ണെന്ന നിലയിൽ നിനക്ക് അവന് ഇഷ്ടമാണെന്ന് ഒരു സിഗ്നലെങ്കിലും കൊടുക്കായിരുന്നു. നിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നീ അവനെ റെസ്പെക്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവും. ഏട്ടത്തി ഇപ്പൊ വേറെ റൂട്ടിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്റെ ചേട്ടൻ നിന്നെ സ്നേഹിക്കില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലേ? അതിനുള്ള സമയമായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാനും നിന്റെ ചേട്ടൻ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുക. ചേട്ടാ, ആ ഇവിടെ ഇരിക്കുവായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം സോറി. എന്നോട് നിനക്ക് ദേഷ്യമായിരിക്കും എനിക്കറിയാം. പക്ഷേ എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. എന്നെ വിശ്വസിക്കുന്ന പെണ്ണിനോട് ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം. ഞാനെന്തെങ്കിലും പറയാൻ വന്നാ മിണ്ടാതിരിക്കും വിക്കി എന്ന് പറയുന്നു എനിക്കറിയാം. പക്ഷെ അങ്ങനെ ദേഷ്യപ്പെടാനായിട്ട് എനിക്കും ഒരു റീസൺ ഉണ്ട്. അതും കൂടി കേൾക്കണം പ്ലീസ്. പറയൂ വിക്രാന്ത്. എന്താ ചേട്ടാ ഭയങ്കര കാമായിട്ടുള്ള സംസാരിക്കുന്നേ? പറയൂ വിക്രാന്ത് എന്നൊക്കെ. നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലേ? ഞാൻ നിന്നോട് ദേഷ്യപ്പെടാത്തതാണോ ഇപ്പോഴത്തെ ഇമ്പോർട്ടന്റ് കാര്യം? അതോ നിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നതാണോ ഇമ്പോർട്ടന്റ്? യു റൈറ്റ് ചേട്ടാ. നത്തിങ് ഈസ് റൈറ്റ് വിക്രാന്ത്. എന്തായാലും അതൊരു ആംഗിളിലും ശരിയല്ല. തീരുമാനിച്ചെന്നോ? ഞങ്ങളുടെ നെഞ്ചില് ബോംബിടുന്ന പോലെയാണല്ലോ ഈ പറയുന്നത്. എന്ത് തീരുമാനിച്ചെന്നായിരിക്കും? അമ്മോ, അപ്പൊ ഞാൻ പറഞ്ഞോന്ന് നീ കേട്ടില്ലേ അമ്മോ? ആ ചേച്ചി, ഞാൻ കേട്ടു. എന്തോ ഒരു തീരുമാനം എടുത്തെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതെന്താന്ന് പറയാൻ ഞാൻ. എന്റെ കുഴി ഞാൻ തന്നെ വെട്ടുന്ന പോലെ ഉണ്ടല്ലോ ഏട്ടത്തി. പറയേട്ടത്തി, എന്താ തീരുമാനം? എന്നെ കോളേജില് സുഹാസ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. നിന്റെ ചേട്ടന് നല്ല പരിചയമുള്ള ആളാ. കാണാനാണെങ്കിൽ അടിപൊളി ഒരു പയ്യനാ. സത്യം പറഞ്ഞ എന്റെ ചേട്ടനേക്കാളും നല്ല പയ്യൻ. വളരെ നല്ലൊരു ജോലിയും ഉണ്ട്. ഇൻഫാക്ട് അവൻ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിശ്രമത്തിലാ. ഈ സുഹാസ് എന്ന് പറയുന്നവൻ എന്തിനാണോ ജനിച്ചത്? അല്ല, അവന്റെ കാര്യം എന്തിനാ എന്നോട് പറയുന്നേ? ഞാൻ സംസാരിക്കല്ലേ, നീ വെറുതെ ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ആദ്യം പറയുന്ന കേക്ക്, എന്നിട്ട് ആലോചിക്കാം. ലൈഫിൽ എല്ലാവർക്കും ഒരു ചാൻസ് കിട്ടുമല്ലോ, അത് നിനക്കും കിട്ടട്ടെ എന്നാ എന്റെ ആഗ്രഹം. എന്റെ ലൈഫിലുണ്ടായിരുന്ന ചാൻസ് ഞാൻ എടുത്തു എടുത്തി. പക്ഷെ അതെന്റെ രണ്ട് കയ്യിലായിട്ട് വെക്കാനൊന്നും പറ്റില്ല. നിന്നെ സുഹാസിന്റെ കാര്യം വീട്ടിൽ സംസാരിച്ച് അവനുമായിട്ടുള്ള നിന്റെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കാം. അവന്റെ ഫാമിലിയോട് നമുക്ക് സംസാരിക്കാന്നേ. എന്നിട്ട് നമുക്ക് ഉറപ്പിക്കാൻ തോന്നുന്നു. നീ എന്തു പറയുന്നു? അയ്യോ, എന്തൊരു കഷ്ടമായത്.